ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി 100% വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര ബജറ്റ് നിർദ്ദേശത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ മറ്റ് സംഘടനകളുമായി ചേർന്ന് ദേശവ്യാപകമായി LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും വിശദീകരണ യോഗങ്ങളും നടത്തി. കണ്ണൂരിൽ നടന്ന യോഗത്തിൽ LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് കെ ബാഹുലയൻ വിശദീകരണം നടത്തി. വിദേശ കമ്പനികളുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റുക എന്നുള്ള തികച്ചും മോശമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ തന്നെ അറിയാം, ഇന്ത്യയിൽ 24 സ്വകാര്യ കമ്പനികൾ ലൈഫ് ഇൻഷുറൻസ് മേഖലയിലും അതിലേറെ സ്വകാര്യ കമ്പനികൾ നമ്മുടെ ജനറൽ ഇൻഷുറൻസ് മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവയൊക്കെ തന്നെ വിദേശ കമ്പനിയും ഇന്ത്യൻ കമ്പനിയും തമ്മിലുള്ള ഒരു സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. 74% വിദേശ നിക്ഷേപവും 26% ഇന്ത്യൻ നിക്ഷേപവുമായി കൊണ്ടുള്ള സ്വകാര്യ കമ്പനികളാണ് ഇവിടെ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. വിദേശ നിക്ഷേപ പരിധി 74% നിജപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു അവസരത്തിൽ പോലും 32% മാത്രമാണ് വിദേശ നിക്ഷേപം ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് തന്നെ ഈ മേഖലയിൽ വിദേശ നിക്ഷേപ പരിധി വർദ്ധിപ്പിക്കുന്നത് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ 100%ത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് എടുത്താൽ, ഇവിടെ വരുന്ന ഒരു വിദേശ കമ്പനിക്കും ഒരു ഇന്ത്യൻ കമ്പനിയുമായി സഖ്യത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം. NFIFWI, LIC, പെൻഷനേഴ്സ് അസോസിയേഷൻ, കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ദേശവ്യാപകമായി LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാർ പ്രകടനവും വിശദീകരണ യോഗങ്ങളും നടത്തിയത്. ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MK പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. PV ഉണ്ണികൃഷ്ണൻ, PC രാമൻ, MH രാജേഷ്, CC വിനോദ്, T മണി, M സുധീർ കുമാർ, MM മനോഹരൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ബ്രാഞ്ച് 1 AP രജില വിശദീകരണം നടത്തി. U മനോഹരൻ, K പ്രകാശൻ, K അനിൽകുമാർ, V വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ബ്രാഞ്ച് 2 M അനിൽകുമാർ വിശദീകരണം നടത്തി. PV രാജീവൻ, C പ്രഭാകരൻ, വിൻസു കുര്യൻ, K പ്രജിൽ എന്നിവർ സംസാരിച്ചു. മട്ടന്നൂരിൽ E ചന്ദ്രനും പയ്യന്നൂരിൽ KV വേണുവും വിശദീകരണം നടത്തി.